ഹരി ഓം. നാരായണ സ്വാമി ശരണം. അമീ നാരായണ. കർക്കിടക മാസ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്ന് കർക്കിടക മാസം നമ്മളുടെ വാൽമീകി രാമായണത്തിലെ ധ്യാന ശ്ലോകം നമ്മൾ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുവിനെയും ശുക്ലാംബരധരം വിഷ്ണു എന്ന് പറഞ്ഞ് ഗണപതിയെയും സരസ്വതിയെയും ഒക്കെ നമിച്ചിട്ടല്ല തുടങ്ങുന്നത്. അതുപോലെ ഇതിൽ സംസ്കൃതത്തിൽ ആ ധ്യാന ശ്ലോകം ഉണ്ട്. ശ്രീരാമായണ പാരായണ ഉപക്രമ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാണ് അതിലെ എല്ലാവരെയും വന്ദിക്കുന്ന ശ്ലോകമുണ്ട്. ആ ധ്യാന ശ്ലോകം നമുക്കൊന്ന് അർത്ഥം അറിഞ്ഞ് പഠിക്കാം. ഇന്ന് നിങ്ങളത് പഠിച്ചിരുന്ന അടുത്ത വർഷം നിങ്ങൾക്ക് ആ ധ്യാന ശ്ലോകം ചൊല്ലാൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു തരുക. അപ്പം ആദ്യം നമ്മൾ ഗണപതിയെയാണല്ലോ ഭജിക്കുന്നത്. അപ്പോൾ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ വിഘ്നോപശാന്തയെ എന്ന് പറഞ്ഞ് ഗണപതിയാണ് നമ്മൾ വയ്ക്കുന്നത്. ആ ഗണപതിയുടെ ശ്ലോകം തന്നെ ഈ വാൽമീകി രാമായണത്തിൽ സംസ്കൃതത്തിൽ അത് ഞാൻ ആദ്യം വായിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. വാഗീശാദ്യ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസുഃ തം നമാമി ഗജാനനം. ഇത് ഞാൻ പിരിച്ച് പറഞ്ഞു തന്നതാണ്. വാഗീശാദ്യാഃ സുമനസഃ സർവാർത്ഥാനാം ഉപക്രമേ യത് യം നത്വാ കൃതകൃത്യാസ്യുഃ തം നമാമി ഗജാനനം. ഇനി അത് വായിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. വാഗീശാദ്യാസു മനസ്സഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസു തം നമാമി. ആ സ്യുഹു എന്ന് ചേർത്ത് വിസർഗം ചേർത്തിട്ടാണെങ്കിൽ തം നമാമി ഗജാനനം എന്ന്, ഒന്നിച്ചാണെങ്കിൽ കൃതകൃത്യാസു സ്തം എന്ന് പറയും. സായയുടെ സൗണ്ട് വരും. വാഗീശാദ്യാസു മനസ്സഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസു. യം നത്വ എന്നുള്ളത് യന്നത്വ ഇന്ന വരും, രണ്ടുതാ. കൃതകൃത്യാസു സ്തം നമാമി ഗജാനനം. അപ്പം കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ഇനി വാഗീശാദ്യാഹ. വാഗീശൻ ആരാണെന്നറിയോ? ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മദേവൻ ആദിയായവർ, ആദ്യാഹ ബ്രഹ്മദേവൻ തുടങ്ങിയ സുമനസഹ ദേവന്മാർ, സുമനസഹ ദേവന്മാർ സർവാർത്ഥാനാം ഉപക്രമേ, ഏതൊരു നല്ല കാര്യത്തിന് എന്തെങ്കിലും ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ അതാണ് അതിന് വേണ്ടി ഉപക്രമം. അത് തുടങ്ങുമ്പോഴേക്കും ആ വിഘ്നങ്ങളില്ലാതെ ആകാൻ വേണ്ടി വിഘ്നോപശാന്തിക്കായിട്ട് ഗണപതിയെ ധ്യാനിക്കുന്നു. അപ്പോൾ അതാ ഇവിടെ പറഞ്ഞേ, സർവാർത്ഥാനാം ഉപക്രമേ, ഏതൊരു കാര്യ ആരംഭത്തിലും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും യം നത്വ അവനെ അല്ലെങ്കിൽ ഏതൊരുവനെ നമിക്കുന്നുവോ, നമസ്കരിക്കുന്നുവോ, കൃതകൃത്യാസു ഏതൊരുവനെ നമിച്ചിട്ട് കൃതകൃത്യരായി എന്ന് പറഞ്ഞാൽ അവർ തൃപ്തരായി, തം നമാമി ഗജാനനം. അപ്പം ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും വിഘ്നങ്ങളെ അകറ്റാനായി, വിഘ്നോപശാന്തിക്കായി ഗണപതിയെ ഗജാനനം, ഗജമാനയാണ് ആനനമുഖം. അപ്പോൾ ഗജമുഖനെ വന്ദിക്കുന്നു ദേവന്മാർ പോലും. അപ്പം ബ്രഹ്മാദി ദേവന്മാരെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ഗണപതിയെ ധ്യാനിക്കുന്നു, ഗണേശ്വര ധ്യാനം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ധ്യാനമാണ് ഇത്. വാഗീശാദ്യാസു മനസ്സഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസു തം നമാമി ഗജാനനം. യം നത്വ എന്നുള്ളത് ആ അനുസ്വാരവും നായും കൂടെ വന്നപ്പോൾ അത് ഡബിളായിട്ട് ഇന്നാന്നായി വന്നു. അതാ എന്നത്വ എന്ന് പറഞ്ഞു.
ഗണപതിയുടെ കഴിഞ്ഞു. ഇനി നമ്മൾ സരസ്വതി ദേവിയാണ് വന്നിരിക്കുന്നത്. സരസ്വതി ദേവിയുടെ ശ്ലോകം: ദോഭിർയുക്ത ചതുർഭിഹി സ്ഫടികമണിമയീം അക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. സരസ്വതി ദേവിയെ ാണ് ദോഹോ എന്ന് പറഞ്ഞ കൈകൾ. ദോഭിർ എന്ന ദോഭിഹി യുക്ത, കൈകളോട് കൂടിയത്. യുക്ത എന്ന് പറയാൻ യോജിച്ചിരിക്കുന്നത്. അപ്പോൾ കൈകളോട് കൂടി. എത്ര? ചതുർഭിഹി, 4 കൈകളോട് കൂടിയ. ആ 4 കൈകളിൽ എന്തൊക്കെയാണെന്ന് പറയുക: സ്ഫടികമണിമയീം അക്ഷമാല, സ്ഫടികമണികളെ കൊണ്ടുണ്ടാക്കിയ അക്ഷമാല, ജപമാലയും. ജപമാല ദധാന, ജപമാല ധരിച്ചിരിക്കുന്നു, പിടിച്ചിരിക്കുന്നു ഒരു കയ്യിൽ. ഹസ്തേന ഏകയേന, ഹസ്തേന ഏകേന, ഒരു കയ്യിൽ. അതാണ് ഹസ്തേന ഏകേന, ഒരു കയ്യിൽ. പത്മം താമര. സിതമപി, അതും ഏത് താമരയാ? വെളുത്ത താമര. വെളുത്ത താമരയും. ശുകം എന്ന് പറഞ്ഞാൽ കിളി, തത്ത, കിളിയും. പുസ്തകം ആഭരണ, മറ്റേ കയ്യിൽ പുസ്തകവും ധരിച്ചിരിക്കുന്നു. പിന്നീടോ ഭാസ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ. ഭാസ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക. കുന്ദ ഇന്ദു, കുന്തം എന്ന് പറഞ്ഞാൽ കുരുക്കുത്തിമില്ല, മുല്ലപ്പൂവ്. ഇന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ അല്ലേ, അർദ്ധചന്ദ്രനെ ധരിച്ചിട്ടുണ്ട്. ശംഖസ്ഫടികമണിനിഭ. അപ്പോൾ ശംഖസ്ഫടികമണി മുതലായവയെ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ച ആ ചന്ദ്രനും കുരുക്കുത്തിമുല്ലയും. സമാനമായിട്ട് പറയാനൊന്നുമില്ല, അതായത് സമാനതയില്ലാത്തവളാണ്. അങ്ങനെ പ്രകാശിക്കുന്ന, പ്രകാശിക്കുന്ന അവൾ മേ വാഗ്ദേവതേയം. വാഗ്ദേവത ഇയമാണ്. ആ വാഗ്ദേവത ഇയം എന്ന് പറഞ്ഞാൽ മേ ഇയം, ഇവിടെ എൻ്റെ, മേ എന്ന് പറഞ്ഞാൽ എൻ്റെ. നിവസതു വദനേ എന്ന് പറഞ്ഞാൽ മുഖത്തിൽ, എൻ്റെ മുഖത്തിൽ. നിവസതു വസിക്കട്ടെ. സർവദാ സുപ്രസന്ന, എപ്പോഴും സുപ്രസന്നയായിട്ട്, നല്ല പ്രസന്നവതിയായിട്ട് എൻ്റെ നാവിൽ വസിക്കട്ടെ. അപ്പോൾ സരസ്വതി ദേവിയെ ചെയ്തു. എങ്ങനെയാ? ദോഭിർയുക്ത ചതുർഭിഹി സ്ഫടികമണിമയീം അക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം. അവൾ മേ എൻ്റെ വദനേ മുഖത്തിൽ, വായിൽ. നിവസതു അവൾ എൻ്റെ നാവിൽ. സർവദാ സുപ്രസന്നയായിട്ട്, നല്ല പ്രസന്നവതിയായിട്ട് എൻ്റെ നാവിൽ വസിക്കുമാറാകട്ടെ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ഭാസമാന അസാമാന എന്നാണ്, അതായത് സമാനമായിട്ടില്ലാത്തവൾ. ദേവിക്ക് സമാനം ദേവി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒന്നും വർണ്ണിക്കാനില്ല ദേവിക്ക് പകരമായിട്ട് വയ്ക്കാൻ. അത്രയും ഇതായിട്ട് പ്രകാശിക്കുന്ന ആ ദേവി. ഇനി അടുത്തത് ഗുരുവാണ്. ഗുരു നമുക്ക് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അതെടുക്കാം, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അടുത്തത് വാൽമീകി ഈ വന്ദനം, വാൽമീകിയെ സ്തുതിക്കുന്നതാണ്. അതെന്താണെന്ന് നോക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം
ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. കൂജന്തം രാമരാമേതി. കൂജന്തം എന്ന് പറഞ്ഞാൽ കൂവുന്ന, അല്ലെങ്കിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന. രാമ 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 ഇതി, അതാണ് രാമരാമേതി. രാമ രാമ എന്നെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മധുരം മധുരാക്ഷരം, മധുരമായിട്ടുള്ള മധുര അക്ഷരങ്ങളെ, ഈ രാമരാമ എന്നുള്ള മധുരമുള്ള അക്ഷരങ്ങളെ എപ്പോഴും മധുരമായി കൂവിക്കൊണ്ടിരിക്കുന്ന ആരുഹ്യ. ആരുഹ്യ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന എന്നർത്ഥം. കവിതാശാഖ, ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ്. കവിതാശാഖ കവിതയാകുന്ന കൊമ്പിൽ, വന്ദേ അങ്ങനെയുള്ള കവിതയാകുന്ന കൊമ്പിലിരിക്കുന്ന വാൽമീകി കോകിലം, വാൽമീകിയാകുന്ന കുയിലിനെ, കോകിലം കുയിൽ. അപ്പോൾ ആ കുയിലിനെ അങ്ങനെ എന്താ പറയുക, വാൽമീകി കോകിലത്തെ ഞാൻ വന്ദിക്കുന്നു. അപ്പം മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന രാമ രാമ എന്ന് നല്ല മധുരമായ അക്ഷരങ്ങളെ മധുരമായി ചൊല്ലുന്ന ആ വാൽമീകിയാകുന്ന കോകിലത്തെ, ആ കുയിലിനെ ഞാൻ വന്ദിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഇനി വാൽമീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരാം ഗതിം. വാൽമീകേർമുനിസിംഹസ്യ, വാൽമീകിയാകുന്ന മുനിയാകുന്ന സിംഹത്തിൻ്റെ, ആ മുനിസിംഹത്തിൻ്റെ, വാൽമീകി മുനിയാകുന്ന സിംഹത്തിൻ്റെ കവിതാവനചാരിണഃ, കവിതയാകുന്ന വനത്തിൽ ചരിക്കുന്നവനായ ശൃണ്വൻ. ശൃണ്വൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, കേൾക്കുന്നവൻ, ചരിക്കുകയും കേൾക്കുകയും രാമകഥാനാദം, ആ രാമകഥാനാദത്തെ കേൾക്കുകയും ആ വനത്തിൽ കൂടെ കവിതാവനത്തിൽ കൂടെ, കവിതയാകുന്ന വനത്തിൽ കൂടെ ചരിക്കുന്നവനും. കോ നയാതി പരാഗതിയും, ഒരു ക്വസ്റ്റ്യനാണ്. കോ നയാതി, ആരാണ്, ആര് തന്നെ പരാംഗതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നില്ല എന്ന്. അപ്പം വാൽമീകി മുനിയാകുന്ന സിംഹത്തിൻ്റെ കവിതയാകുന്ന വനത്തിൽ ചരിക്കുന്നവനും ആ രാമ 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 എന്നുള്ള കഥാനാദം കേൾക്കുന്നവനും ആയ ആര് പരമമായ ഗതിയെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് കേൾക്കുന്നവനും ആ വനത്തിൽ സഞ്ചരിക്കുന്നവനും ആരായാലും അവന് പരമമായ പദത്തെ കിട്ടുന്നു, ആ പരമഗതിയെ പ്രാപിക്കുന്നു എന്നർത്ഥം. അടുത്തത് യാ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. യാ പിബൻ, ഏതൊരുവനാണോ കുടിക്കുന്നത്, പിബൻ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നത്, സതതം, സതത എപ്പോഴും, രാമചരിതാമൃതസാഗരം, രാമചരിതമാകുന്ന സാഗരത്തെ ഏതവനാണോ കുടിക്കുന്നത്, അതൃപ്തസ്ഥം, അതൃപ്തനായ ആ മുനിയെ, മുനിം അതൃപ്തസ്ഥം മുനിം, ആ മുനിയെ വന്ദേ പ്രാചേതസം അകൽമഷം. പ്രാചേതസം വാൽമീകി, ആ വാൽമീകി, അകൽമഷം എന്ന് പറഞ്ഞാൽ കൽമഷമില്ലാത്തവനായ ആ വാൽമീകി മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു എന്നർത്ഥം. മുനിയായ അതൃപ്തനായ, അതായത് ഈ സാഗരം എത്ര കുടിച്ചാലും മതിയാകാത്ത, തൃപ്തനാകാത്ത ആ വാൽമീകി മഹർഷിയെ ഞാൻ വന്ദിക്കുന്നു. യാ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥം മുനിം വന്ദേ. അതൃപ്തഃ തമ്മാണ് അതൃപ്തസ്ഥം ആയി വന്നത്. മുനിം വന്ദേ പ്രാചേതസമകൽമഷം. കൽമഷം പാപം, അകൽമഷം പാപമില്ലായ്മ, പാപത്തെ ഇല്ലാതെയാക്കുന്നു എന്നർത്ഥം. ഇനി അടുത്തത് ഗോഷ്പതീകൃതവാരാശിം മശകീകൃതരാക്ഷസം. ഇത് ഹനുമാനെക്കുറിച്ചാണ്, ഹനുമാനെക്കുറിച്ച് വന്ദിക്കുന്നതാണ്. ഗോഷ്പതീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം
വന്ദേ അനിലാത്മജം. ഇപ്പം ഈ രാമായണത്തിൽ ഗോഷ്പതി, ഗോ എന്ന് പറഞ്ഞാൽ പശു, അതിൻ്റെ ഗോഷ്പതി എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുളമ്പ്, ആ കുളമ്പിൽ കൃതവാരാശി, ആ പശു ചവിട്ടുമ്പോൾ ആ കുളമ്പിൻ്റെ താഴെ ഉണ്ടാകുന്ന ആ കുഴിയിൽ, വാരാശി എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ്. അപ്പോൾ അത് ആകുന്ന സമുദ്രത്തിൽ മശകീകൃത രാക്ഷസം, കൊതുകുകളെ, മശകം കൊതുകുകളെ പോലെ ഉള്ള രാക്ഷസന്മാർ, അതായത് പശുവിൻ്റെ കുളമ്പിൻ്റെ ആ കുളമ്പിലെ ആ വെള്ളം, ആ കുളമ്പ് അടിയിലുള്ള ആ വെള്ളം എങ്ങനെയാണോ കടക്കുന്നത് അതുപോലെയല്ലേ ഹനുമാൻ ലങ്ക ചാടിക്കടന്നത്. അതാ ഇവിടെ പറഞ്ഞ രാമായണ മഹാമാലാരത്നം. അത് ഹനുമാനെ വർണ്ണിച്ചതാണ്. എങ്ങനെ? രാമായണ മഹാമാല, രാമായണമാകുന്ന മഹാമാലയാകുന്ന രത്നം. അതാരാണ്? അനിലാത്മജൻ. അനിലൻ എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ പുത്രൻ, അതാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ആ വായുപുത്രനായ ഹനുമാനെ വന്ദിക്കുന്നു. ഗോഷ്പതീകൃതവാരാശിം മശകീകൃത രാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ഇനി ആത്മജൻ പുത്രൻ, അപ്പോൾ വായുപുത്രനെ നമിക്കുന്നു. ഇനി അടുത്തത് അതും ആഞ്ജനേയനെ തന്നെയാണ്, ഹനുമാനെ. അഞ്ജനാനന്ദനം വീരം ജാനകി ശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. അപ്പം ഇവിടെ അഞ്ജനാനന്ദനം, അഞ്ജനയുടെ പുത്രനായ വീരനായ ജാനകി ശോകനാശനം, ജാനകിയുടെ ശോകത്തെ നശിപ്പിച്ചവനായ കപീശം, കവികളുടെ കുരങ്ങുകളുടെയൊക്കെ ഈശനായ ഹനുമാനെ എന്നർത്ഥം. ആ ഹനുമാനെ അക്ഷഹന്താരം, എങ്ങനെയുള്ള ഹനുമാൻ? അക്ഷകുമാരനെ കൊന്നു, ഹന്താരം കൊന്ന, ആ അക്ഷകുമാരനെ കൊന്ന ആ ഹനുമാനെ വന്ദേ ലങ്കാഭയങ്കരം, ലങ്കയിൽ ഭയങ്കരനായ അക്ഷകുമാരനെ വധിച്ച ആ ഹനുമാനെ ഞാൻ വന്ദിക്കുന്നു. അഞ്ജനാനന്ദനം വീരം ജാനകി ശോകനാശനം കപീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഇനി അടുത്തത് അത് ഹനുമാന. ഉല്ലംഘ്യ സിന്ധോ സലീലം യശോകവന്നീം ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിലാഞ്ജനേയം. ഉല്ലംഘ്യ സിന്ധോ, സിന്ധു നദി ഉല്ലംഘ്യ ചാടിക്കടന്ന്, സലിലം വെള്ളം, സലീലം ലീലയോടുകൂടി, ലീലയായിട്ട് അതായത് നിസ്സാരമായിട്ട് സിന്ധു നദിയെ ചാടിക്കടന്ന ഏതൊരുവനാണോ ശോകവന്നീം ജനകാത്മജായ, ശോകമാകുന്ന ആ ദുഃഖമാകുന്ന അഗ്നിയെ, ആരുടെ? ജനകാത്മജായാഹ, ആ സീതാദേവിയുടെ ദുഃഖമാകുന്ന അഗ്നിയെ ആദായ എടുത്തിട്ട് തേനയേവ ദദാഹ ലങ്ക, ആ ഹനുമാൻ ദദാഹ ലങ്ക, ദദാഹ എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചു, ലങ്കയെ ദഹിപ്പിച്ച ആ ഹനുമാനെ നമാമി തം, അവനെ നമിക്കുന്നു. പ്രാഞ്ജലിഹി ആഞ്ജനേയം, ആഞ്ജനേയനെ പ്രാഞ്ജലി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ അഞ്ജലി കൂപ്പിക്കൊണ്ട്, അപ്പം കൈ തൊഴുതുകൊണ്ട് ആ ആഞ്ജനേയനെ നമിക്കുന്നു എന്ന് അർത്ഥം. ഉല്ലംഘ്യ സിന്ധോ സലീലം യശോകവന്നീ ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. അടുത്തത് ആഞ്ജനേയനെ തന്നെയാണ്. ആഞ്ജനേയമതി പാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ആഞ്ജനേയം അതിപാടലാനനം, നല്ല ചുവന്ന മുഖത്തോടു കൂടിയ ആഞ്ജനേയൻ, കാഞ്ചന അദ്രികമനീയ വിഗ്രഹം, ആ ഇവൻ്റെ ഹനുമാൻ്റെ ആ വിഗ്രഹം, അതായത് ആ മൂർത്തിയെപ്പറ്റി പറയുക എങ്ങനെയുള്ളതാണ്. കാഞ്ചനം സ്വർണം, കാഞ്ചന അദ്രി
സ്വർണ്ണ പർവ്വതം, അതായത് മേരുപർവ്വതം. അപ്പം മേരുപർവ്വതം പോലെ കമനീയ വിഗ്രഹം, അതുപോലെ സുന്ദരമായ കാന്തിയോ ആ വിഗ്രഹം പ്രകാശിക്കുന്ന ആ മൂർത്തിയോടുകൂടിയ ശരീരത്തോടു കൂടിയ പാരിജാത തരുമൂലവാസനം, പാരിജാത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വസിക്കുന്ന ആ പവമാനനന്ദനം, പവമാനൻ വായു നന്ദനൻ പുത്രൻ. അപ്പം വായുപുത്രനെ ഞാൻ സ്മരിക്കുന്നു, ഭാവയാമി, സ്മരിക്കുന്നു. അപ്പം പാരിജാത വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് എന്താ ചെയ്യുന്നേ? സീതാദേവിയെ വീശിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്ന ആ പാരിജാത വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നല്ല സ്വർണ്ണ ശരീരം, സ്വർണ്ണ നിറത്തോടു കൂടിയ ആ ആഞ്ജനേയ സ്വാമി, ചുവന്ന മുഖമുള്ള ആഞ്ജനേയ സ്വാമി, സീതയെ വീശിക്കൊണ്ടിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയെ ഞാൻ സ്മരിക്കുന്നു, ഭാവയാമി. ആഞ്ജനേയമതിപാടലാനനം, പാടലം എന്ന് പറഞ്ഞാൽ ചുവന്നത്, ഒരു വെളുപ്പും ചുവപ്പും കലർന്ന ഒരു കളറാണ് പാടലം. കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, പാരിജാത വൃക്ഷത്തിൻ്റെ മൂലം ചുവട്ടിൽ വസിക്കുന്ന എന്നർത്ഥം. ഭാവയാമി പവമാനനന്ദനം. അടുത്തതും ഹനുമാനെക്കുറിച്ച് നോക്കാം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. എത്രയെത്ര രഘുനാഥ കീർത്തനം, എത്രയെത്ര രഘുപതി, രഘുനാഥൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ. അപ്പം രാമനാമം എവിടെ എവിടെ കേൾക്കുന്നുവോ, മുഴങ്ങുന്നുവോ, അവിടെ തത്ര തത്ര, അവിടെ അവിടെ കൃതമസ്തകാഞ്ജലിയും, അഞ്ജലി, കൃതമസ്തകം എന്ന് പറഞ്ഞാൽ തല കുനിച്ച് കൈ കൂപ്പി, അഞ്ജലി കൂപ്പി, തലയിൽ കൈവച്ചതാണ് മസ്തകാഞ്ജലി. തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കൈകൂപ്പുന്നതിനെയാണ് മസ്തകാഞ്ജലി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് ബാഷ്പവാരി, ബാഷ്പം കണ്ണുനീര്, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പം കണ്ണുനീര് പരിപൂർണ ലോചന, കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മാരുതിയെ നമത രാക്ഷസാന്തകം, രാക്ഷസന്മാരെയൊക്കെ കൊന്ന ആ മാരുതിയെ ഞാൻ നമിക്കുന്നു. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തരം. എവിടെ എവിടെയൊക്കെയോ രാമനാമം ചൊല്ലുന്നുണ്ടോ അവിടെയെല്ലാം ആ ഹനുമാൻ സ്വാമി ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ അഞ്ജലി കൂപ്പിക്കൊണ്ട് തലയിൽ കൈവച്ച് ഞാൻ നമിക്കുന്നു ആ രാക്ഷസന്മാരെയൊക്കെ കൊന്ന ഹനുമാനെ. ഇനി ഒരു ശ്ലോകം കൂടെ ഹനുമാൻ്റെയാണ്. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം. ഇത് സുന്ദരകാന്ഡത്തിലാണ് പ്രത്യേകിച്ച് ഇതുള്ളത്. അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്കാണ് പ്രാധാന്യം സുന്ദരകാന്ഡത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമിയെ കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നത്. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പം മനോജവം, മനസ്സുപോലെ ജപിക്കുക എന്ന് പറഞ്ഞാൽ കുതിക്കുക. അപ്പം മനസ്സുപോലെ കുതിക്കുന്ന മാരുത തുല്യവേഗം, വായു പോലെ വേഗതയുള്ള ജിത ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവൻ ആയ ബുദ്ധിമാനായ ബുദ്ധിമതാം വരിഷ്ടം, ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠൻ, വരിഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ വാതാത്മജം, ആ വായുപുത്രനെ വാനരയൂഥമുഖ്യം, യുദ്ധത്തിൽ വാനരയൂഥന്മാരുടെ സൈന്യം, അതായത് വാനരന്മാരുടെ സൈന്യത്തിൻ്റെ മുഖ്യൻ, പ്രധാനിയായ ശ്രീരാമൻ്റെ ദൂതനായ ആ ഹനുമാനെ ശിരസാ നമാമി, ഞാൻ ശിരസാ നമിക്കുന്നു. മനോജവം മാരുത തുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി എടുക്കാം.